ഹലോ, ഹരി സാറും ജയചന്ദ്രൻ സാറും കൂടെ ചേർന്ന് ലൈവായിട്ടൊരു പാട്ട് ഇപ്പൊ ചെയ്യാൻ പറ്റും? ഇവിടെ ചോദ്യങ്ങളെക്കാൾ കൂടുതൽ അതാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ? അങ്ങനെയല്ലേ ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന്? മോളെ പെട്ടുപോകുന്നത് ഞാനാണ്. കാരണം അല്ല, അത് ഇപ്പൊ ഈ വർത്തമാനം പറഞ്ഞ എം ജയചന്ദ്രനല്ല. പാട്ട് ചെയ്യുമ്പോൾ ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. ഹരിച്ചേട്ടൻ ഇതുവരെ ഞങ്ങൾക്ക് പാട്ടൊന്നും പാടി തന്നിട്ടില്ല. ഞങ്ങൾക്ക് ഓലഞ്ഞാലിക്കുരി കേൾക്കണം. എന്തോ ഓലഞ്ഞാലിക്കുരി കേൾക്കണം. അല്ല, എനിക്ക് പാട്ട് പാടാൻ അറിയാത്തതുകൊണ്ടാണ്. ഇപ്പൊ നല്ല പാട്ടുകളായിട്ട് ഇത് പോകുന്നുണ്ട്. എന്നാ പിന്നെ ഭേദം പാട്ട് എഴുതുന്നതായിരിക്കും പാട്ട് പാടാൻ പറയുന്നതിനേക്കാൾ. അല്ല, ഇങ്ങനെ ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുന്നീ കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി. ബാക്കി പഠിക്കുക. ഇത് വേണ്ട. നറുചിരി ഞാൻ വരി പറഞ്ഞുതരാം. അല്ല, സാറ് വരി ഞാൻ പറഞ്ഞല്ലോ. സാറ് പാടി. നറുചിരി എങ്ങനെ? എനിക്ക് ട്യൂൺ എനിക്ക് അറിഞ്ഞൂടാ പാടി. ഇനി ഗോപി അവസാനം പറയും ജേട്ടൻ പാട്ട് പാടി നശിപ്പിച്ചു എന്ന് പറയും. അതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല. ബട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഗോപിയുടെയും ഹരിയുടെയും ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. ഇതാണ് പറയുന്നത്. എന്താ വേണ്ടപ്പോ? ഒരു പാട്ട് ലൈവായിട്ട് കേൾക്കാൻ പറ്റുമെന്നാണ് അവർ ചോദിക്കുന്നത്. ഇത് മത്സരം വല്ലതാണോ? അല്ല, സ്നേഹം കൊണ്ട് ചോദിക്കുന്നു. അപ്പൊ നമുക്കൊരു പസിൽ സോൾവ് ചെയ്യുന്ന പോലെ. അല്ല, ഈ ഒന്നിച്ച് കമ്പോസ് ചെയ്യാന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നതേ ട്യൂൺ ഒന്നിച്ചിട്ട് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എഴുതിക്കാന്ന് തന്നെയല്ലേ? മനസ്സിലായി? കൊള്ളാം, നീ ഇവിടെ വന്നിരിക്കും. പറഞ്ഞുതരാം, വാ. അപ്പൊ എന്താ വെച്ചാ പസിൽ എന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് പേനയുണ്ടോ കയ്യിൽ? നമുക്ക് ഹരിക്കൊരു പസിൽ കൊടുക്കാം. ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു താളം നമുക്ക് ട്രൈ നോക്കാം. ആ താളം എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പറയും, അത് തിരിച്ച് അതുപോലെ പറഞ്ഞ് കേൾപ്പിക്കണം. റെഡിയാണോ? 1 1 2 1 2 3 1 2 3 4 പറഞ്ഞേ. എല്ലാരും പറയണം കേട്ടാ. ഞാൻ 1 2 3 1 2 3 4 1 1 2 1 2 3 1 2 3 4 പറഞ്ഞേ. 1 1 2 1 2 3 1 2 3 4. ഇതൊരു നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് വേണമെങ്കിൽ 1 2 3 4 1 2 3 1 2 1 1 2 3 4 എന്ന് നമുക്ക് കാണാം. ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിൻ്റെ പെർമുട്ടേഷൻ കോമ്പിനേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പം എൻ്റെ ട്യൂൺ ഇതാണ്. ഇതാണ് ട്യൂൺ. അതെന്താ വെച്ചാൽ ഇതിങ്ങനെയാണ്. തം 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 തം. സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് പറഞ്ഞ വാക്കിന് എന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ? നിങ്ങൾ നേരത്തെ എന്നോട് പറഞ്ഞു 2 അക്ഷരം 1 അക്ഷരമൊക്കെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പം എന്താ പറഞ്ഞ 1 ഒരക്ഷരം, അടുത്ത് 1 2 2 അക്ഷരം, അടുത്ത് 1 2 3 3 അക്ഷരം, 1 2 3 4 4 അക്ഷരം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ഷുവറാണ്. അതായത് BK ഹരിനാരായണൻ. വേണ്ട അത് വേണ്ട. തം 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 അങ്ങനെ തുടങ്ങിയാലോ. തം 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 തം. ഞാൻ പറഞ്ഞില്ലേ ബ്രില്യൻ്റ് ആണെന്ന് പറഞ്ഞില്ലേ? അതെ. ഹരി ഇപ്പൊ എഴുതിയിരിക്കുന്നത് കഥ കവിത രസമിത. അടിപൊളി. ഈ ഫെസ്റ്റിവലിനെ പറ്റിയാണോ? അതാണ്. ഈ ഫെസ്റ്റിവലിനെ പറ്റി ഒരു തീം മ്യൂസിക് റെഡിയാണ് കേട്ടാ. കഥ കവിത രസമിത. ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമല്ലോ. ഒരു ലൈൻ ഇതുപോലെ ഈ ട്യൂണിൽ തന്നെ വേണം. അടുത്ത ലൈൻ. ഒരു കാര്യം ചെയ്യാം. ജയചന്ദ്രൻ സാറും ഹരിനാരായൺ സാറിൻ്റെയും രണ്ടുപേരെയും കൊളാബറേഷനിലെ പാട്ടുകൾ എല്ലാ സിനിമയുടെയും തുടക്കത്തിൽ ഈ നേരം ഈ വീട് ഹരിജയൻ. എഴുതിക്കോ. അയ്യോ സോറി, ഡിസ്റ്റർബൻസിന് സോറി. എഴുതിക്കോ. അപ്പോൾ ഇതെങ്ങനെയാണ്? കഥ കവിത രസമിത. പാടൂ.
എല്ലാവർക്കും നാണമാണ്. വലിയ ഗൗരവത്തിലൊക്കെ വന്നിരിക്കുന്ന ഒരു ഭയങ്കര നാണം. ആ മുരളി ബാബാ, ആ അതാ മോള് ഉണ്ടല്ലോ, ബാബാ. ആ വെരി നൈസ്. അതാണ് ഈ ഇടം അറിവിൻ നിറവിടം. ബ്രില്യൻറ്റ്. യാ. അപ്പോൾ മുരളി എന്ന് പാടും. കഥ കവിത രസമിത. കഥ കവിത രസമിത. അത് കവിത സംഗതി ഒന്നും വേണ്ട. കഥ കവിത രസമിത. കഥ കവിത രസമിത. ഈ ഇടം അറിവിൻ നിറവിടം. ഈ ഇടം അറിവിൻ നിറവിടം. ഓക്കെ, അപ്പോൾ നമ്മൾ 1 1 2 1 2 3 1 2 3 4 ആണ് ഒരു ട്യൂൺ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് ഫെസ്റ്റിവലിനെ പറ്റിയുള്ള ഒരു പാട്ടായിട്ട് മാറുന്നു ഇല്ലേ? ഇനിയിപ്പോൾ മ്യൂസിക് കമ്പോസർ എങ്ങനെയാണ് ജേർണി എന്ന് ഞാൻ പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ ഒരു ടെക്നിക്കാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി കുറച്ചും കൂടെ മ്യൂസിക് വേണം അതിനകത്ത്. അപ്പോൾ താരാ താരാ തരേ തരേ താരാ. മോനെ പാടാ. ഒന്നും കൂടി പാടാമോ? അമ്മയ്ക്ക് എന്തോ അവന് ഒരുപാട് കുറുമ്പ് കാണിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടല്ലേ? സാരമില്ല, അത് വേണം. മനസ്സിലായി. ഹായ് പ്രീത. ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ലേ. താരാ തരരരാരാ തരരരാരാ. ഇഷ്ടപ്പെട്ടു ആ ട്യൂൺ? ഒരു മെലഡി അവിടെ ചേർത്തു. അങ്ങനെയാണ് നേരത്തെ ഒരു ടെക്നിക്കലായിട്ട് നമ്മൾ കൗണ്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ട്യൂൺ വരുന്നു. അതിൻ്റെ കൂടെ ഒരു മെലഡി ഞാൻ ആഡ് ചെയ്യുന്നു. താരാ തരരരാരാ തരരരാരാ. വാക്കിൻ അടരുകൾ പൂക്കും പലമൊഴി കേൾക്കും. വാക്കിൻ അടരുകൾ പൂക്കും പലമൊഴി കേൾക്കും. അങ്ങനെ വന്നു. താരരരാ റിരരിരി കഥ താരരരാ റിരര കഥ. താരാ തരരരാരാ തരരരാരാ താരരരാ റിരരിരി തരേരി തരരരാ. മനസ്സിലാവുന്നുണ്ടോ? ട്യൂൺ മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ 1 2 ഒന്നല്ല മക്കളെ, ഒരു 10 25 ട്യൂൺ. ഞാൻ ഒരു സിറ്റുവേഷന് ദ മാക്സിമം നമ്പർ ഓഫ് ട്യൂൺസ് ഐ ഹവ് മെയ്ഡ് ഈസ് ഐ തിങ്ക് 63 ട്യൂൺസ്, 63 പല്ലവീസ് ഫോർ എ സോങ് സിറ്റുവേഷൻ. ഐ ഹവ് ഡൺ ദാറ്റ്. അതാരും നിർബന്ധിച്ചിട്ടല്ല, ഭയങ്കര ഇഷ്ടത്തിൽ ചെയ്താണ്. അതുപോലെ പച്ചപ്പനന്തത്തെ എന്ന് പറഞ്ഞ പാട്ടിൻ്റെ പല്ലവി ഒരു 100 ട്യൂണിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. വാക്കിൻ അടരുകൾ പൂക്കും പലമൊഴി കേൾക്കും സാഹിതി തൻ ലയമിതു കഥ കവിത രസമിത. അപ്പം നമുക്കിത് ഫുൾനെസ്സിൽ കേൾക്കാം. കഥ എല്ലാവരും 1 2 3 1 2 3 4 1 2 3. കഥ കവിത രസമിത. ഈ ഇടം അറിവിൻ നിറവിടം. വാക്കിൻ അടരുകൾ പൂക്കും പലമൊഴി കേൾക്കും സാഹിതി തൻ ലയമിതു കഥ കവിത രസമിത. അങ്ങനെ ഒരു പാട്ടുണ്ടാക്കി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ?